ഡൊണാൾഡ് ട്രംപിൻ്റെ മുഖത്ത് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു സഹറാൻ മംദാനിയുടെ വിജയം. ചരിത്ര വിജയമായിട്ട് ലോകം അങ്ങ് അംഗീകരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തു. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി ഇന്ത്യൻ വംശജനായിട്ടുള്ള സഹറാൻ മംദാനി കേവലം 34 വയസ്സുള്ള ആളാണ് ജയിച്ചു വന്നിരിക്കുന്നത്. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള അദ്ദേഹത്തെ വിജയം US രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്കൊക്കെ അറിയാം. ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാണ്. ന്യൂയോർക്ക് മേയർ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ അമേരിക്കൻ വംശജൻ എന്ന പദവി കൂടി സഹറാൻ മംദാനിക്ക് സ്വന്തമായി ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ആവശ്യപ്പെടുകയും വിമർശിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഏക സ്ഥാനാർത്ഥിയാണ് മംദാനി. മംദാനിയുടെ വിജയം ട്രംപിന് കനത്ത തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തലുകൾ. കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്നിവരെ അവസാന ഘട്ടങ്ങളിൽ ഭ്രാന്തനായിട്ട് ഉപയോഗപ്പെടുത്താൻ പോലും ട്രംപ് മറന്നില്ല. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പിന്തുടരുന്ന മംദാനിയെ 100% കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനാണെന്നാണ് ട്രംപ് അവസാന ഘട്ടങ്ങളിൽ വിശദമാക്കിയതും വിശേഷിപ്പിച്ചതും. മാത്രമല്ല, പാലസ്തീൻ ഇടപെടലിന് അമേരിക്ക പിന്മാറണമെന്ന് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഫെഡറൽ ഫണ്ട് വെട്ടിക്കുറക്കുമെന്ന് ഇതിനൊക്കെ എതിരായിട്ട് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. സിനിമ അക്കാദമിക്ക് പശ്ചാത്തലമാണ് ഇദ്ദേഹത്തിൻ്റെത്. അതുപോലെ തന്നെ പ്രമുഖ ചലച്ചിത്ര സംവിധായിക മീര നായരുടെയും ഉഗാണ്ടയിലെ അക്കാദമിക് വിദഗ്ധൻ മഹ്മൂദ് മംദാനിയുടെയും മകനായാണ് സഹറാൻ എന്ന് പറയുന്ന സഹറാൻ മംദാനി. ന്യൂയോർക്ക് നഗരത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനൊരു ഉഗാണ്ട ഇന്ത്യൻ വംശജനായിട്ടുള്ള സഹറാൻ മംദാനി ലോകത്താദ്യമായി അല്ലെങ്കിൽ ആ ചരിത്രത്തിലാദ്യമായി ആ മേയർ സ്ഥാനം പങ്കിടുന്നത്. ഏറ്റവും അടിയൊഴുക്ക് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പഴയ വില ഇല്ല എന്നതിനോടുകൂടെ ലോകം വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.